ആഗോള അയ്യപ്പ സംഗമം പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയമായിരുന്നുവെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ. സംഗമത്തിന് പ്രതീക്ഷിച്ചതിലും കൂടുതൽ പേർ എത്തി. കോടതി നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചാണ് സംഗമം സംഘടിപ്പിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി. അവിടെ വന്നിട്ടുള്ള മാധ്യമപ്രവർത്തകരെ സത്യസന്ധമായി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവരോട് നിങ്ങൾ ചോദിച്ചാൽ മതി. ചില മാധ്യമപ്രവർത്തകർ അങ്ങനെ സത്യസന്ധമായി തന്നെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എത്ര പേര് പങ്കെടുത്തു, എവിടെ നിന്നൊക്കെയായിരുന്നു വന്നിരുന്നത്, ഉള്ളടക്കം എന്തായിരുന്നു, ഇതെല്ലാം സംബന്ധിച്ച് അയ്യപ്പ സംഗമം കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങളൊരു വാർത്താ സമ്മേളനം നടത്തി അവരെ സാക്ഷ്യപ്പെടുത്തി സംസാരിച്ച് ഞാൻ എല്ലാവരോടും ചോദിച്ചു, ഇതിന് വ്യത്യസ്തമായ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ആരും വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറഞ്ഞില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ട ഭാവി വികസന സങ്കല്പങ്ങളെ അവരെങ്ങനെയൊക്കെ നോക്കിക്കാണുന്നു എന്ന് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ വന്നു, ക്രിയാത്മക നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്, അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ആ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവിടെ ഈ ബന്ധപ്പെട്ട ആളുകൾ അവതരിപ്പിച്ചു. അവസാനം കൺക്ലൂഡിങ് സ്പീച്ച് നടത്തിയത് ഞാനാണ്. അപ്പോൾ ആ കാര്യത്തിൽ അവരെല്ലാം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഉൾപ്പെടെ നാളുകളിൽ പ്രാവർത്തികമാക്കാൻ ഏത് തരത്തിൽ മുന്നോട്ട് നീങ്ങണം എന്നത് സംബന്ധിച്ച് കൂടിയാലോചിച്ച് ഒരു 18-അംഗ കമ്മിറ്റിയെ ആ സമ്മേളനം തിരഞ്ഞെടുത്തു, ആ സംഗമം തിരഞ്ഞെടുത്തു. ആ 18-അംഗ കമ്മിറ്റി ഈ വന്ന നിർദ്ദേശങ്ങളെല്ലാം എഴുതി തരുന്ന ഉൾപ്പെടെ പരിശോധിച്ച് ക്രോഡീകരിച്ച് പരിശോധിച്ച് എന്തൊക്കെ അതിൽ തീർപ്പാക്കണം എന്നുള്ളത് നിർദ്ദേശിക്കാൻ വേണ്ടിയുള്ള ഒരു കമ്മിറ്റി എന്ന രൂപത്തിലാണ് അതിനെ തിരഞ്ഞെടുത്തത്. അത് കൃത്യമായി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അത് ഓരോന്ന് പരിശോധിച്ച് അയ്യപ്പ ഭക്തന്മാരുടെ മുമ്പിലും ബഹുജന സമക്ഷവും അത് അവതരിപ്പിക്കും. അത് സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ എല്ലാവർക്കും അത് കാണാനുള്ള അവസരമുണ്ടാവും. അതിന് ശേഷമായിരിക്കും അതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ, നമ്മൾ വികസന സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള തുടക്കം കുറിക്കുക. ഇത് കേവലം ഒരു പ്രചരണത്തിന് വേണ്ടി സംഘടിപ്പിച്ച സംഘവുമല്ല. അവിടെ വന്നിട്ടുള്ള ഫലപ്രദമായ ക്രിയാത്മക നിർദ്ദേശങ്ങളും പശ്ചാത്തല വികസന സൗകര്യങ്ങളും ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റി തീർക്കുക എന്ന ആത്യന്തിക ലക്ഷ്യവും നടപ്പാക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന രൂപത്തിൽ തന്നെ പിന്നീട് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. അതാണ് പൊതുവിൽ നിർദ്ദേശിക്കാൻ, അതാണ് ഈ കാര്യത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യം. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. സനോജ്, ആഗോള അയ്യപ്പ സംഗമം പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയമായിരുന്നുവെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടതാണ്. പക്ഷേ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിനിടെ തന്നെ ചില മാധ്യമങ്ങൾ വളരെ കൃത്യമായി ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പുള്ള ഒഴിഞ്ഞ കസേരകളെടുത്ത് സംഗമത്തിന് ആളെത്തിയില്ല എന്ന തരത്തിൽ പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്തു. മന്ത്രി ഇന്ന് വളരെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയം തന്നെയാണ്. അതിൽ വിരളി പൂണ്ട വിഷമമുള്ള ചിലരാണ് ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. എന്താണ് ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച്, അതിൻ്റെ വിജയത്തെക്കുറിച്ച് മന്ത്രി പറഞ്ഞത്? സുജു, മാധ്യമങ്ങളുടെ ഇടപെടലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവസാനം മന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. മാധ്യമങ്ങൾക്ക് ഈ ആഴ്ച റേറ്റിംഗ് കൂടും. കാരണം ഓരോ വ്യാഴാഴ്ചയുമാണ് മാധ്യമങ്ങളുടെ റേറ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. കാരണം എല്ലാ മാധ്യമങ്ങളും ഇത് ലൈവായി സംപ്രേഷണം ചെയ്യാൻ നിർബന്ധിതരായി. ഒപ്പം തന്നെ സീരിയൽ ഉൾപ്പെടെയുള്ള നിത്യേന കാണുന്ന പരിപാടികൾ മാറ്റിവെച്ചാണ് ആളുകൾ ചാനലിലൂടെ ഈ ആഗോള അയ്യപ്പ സംഗമം കണ്ടത്. അതുകൊണ്ട് വാർത്താ മാധ്യമങ്ങൾക്ക് ഈ ആഴ്ച റേറ്റിംഗ് കൂടുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. കാരണം ഒഴിഞ്ഞ കസേരകൾ കാണിച്ച് ഈ പരിപാടികളിൽ ആളുകളുടെ പങ്കാളിത്തം കുറവാണ് എന്ന് പ്രചരിപ്പിക്കപ്പെട്ട മാധ്യമങ്ങൾ പോലും ഒടുവിൽ ഈ വാർത്ത ലൈവായി നൽകേണ്ട, അതായത് ഈ ആഗോള അയ്യപ്പ സംഗമം ലൈവായി നൽകേണ്ട അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് മന്ത്രിയുടെ വാക്കുകളോട് വ്യക്തമാവുന്നത്. എന്തായാലും ഈ പരിപാടി പ്രതീക്ഷിച്ചതിനേക്കാൾ വിജയകരമായിരുന്നു എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറയുന്നത് 5000-ഓളം ആളുകൾക്കാണ് ഈ വേദിയിൽ, അതായത് വലിയ വിശാലമായ ഒരു വേദിയായിരുന്നു. 5000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന ജർമ്മൻ മാതൃകയിലുള്ള ശീതീകരിച്ച പന്തലാണ് ഒരുക്കിയിരുന്നത്. അവിടെ 4126 പേർ രജിസ്റ്റർ ചെയ്ത് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഉദ്ഘാടന സമയത്ത് നിറഞ്ഞ സദസ്സായിരുന്നു. പിൻഭാഗത്തെ, അതായത് 95% കസേരകൾ നിറഞ്ഞ് കിടക്കുന്ന കാഴ്ചകൾ കാണിക്കാതെ 5% ആളുകൾ 5% ആളുകൾ ഇരിക്കാത്ത ഒഴിഞ്ഞ കസേരകൾ, പിൻഭാഗത്തെ ഏറ്റവും പിന്നിലായി ഉണ്ടായിരുന്ന ഒഴിഞ്ഞ കസേരകൾ മാധ്യമങ്ങളിലൂടെ കാണിക്കുകയും പിന്നീട് സെക്ഷനുകൾ തുടങ്ങിയപ്പോൾ ആ സെക്ഷനുകളുടെ കാര്യങ്ങൾ, ആ സെക്ഷനുകളിലേക്ക് പല ആളുകൾ 3 വേദികളിലേക്ക് പോയപ്പോൾ ആ സമയത്തും ഉണ്ടായിരുന്ന ഒഴിഞ്ഞ കസേരകൾ ബോധപൂർവം ദൃശ്യങ്ങൾ പകർത്തി തെറ്റായ പ്രചരണങ്ങൾ നടത്തുകയായിരുന്നു എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. എന്തായാലും പരിപാടി പ്രതീക്ഷിച്ചതിനേക്കാൾ വിജയകരമാണ്. അതിന്റെ തുടർ നടപടികളുമായി മുന്നോട്ടു പോകും. ക്രിയാത്മകമായ ചർച്ചകളാണ് യോഗത്തിൽ ഉണ്ടായത്. ആ കാര്യങ്ങൾ ഏകോപിപ്പിച്ച് നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 18-അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഒഴിഞ്ഞ കസേരകളുടെ ഫോട്ടോ എടുത്ത് പരിപാടി പൊളിഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചവർക്കുള്ള
മറുപടി കൂടിയാണ് മന്ത്രി ഈ തന്റെ ശരി വാക്കുകളിലൂടെ സനോജ്,